ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. 2 ദിവസത്തെ അവധിക്ക് ശേഷം നമ്മൾ അടുത്ത ആഴ്ച ഒരു ലോങ് ട്രേഡിംഗ് വീക്കിലേക്ക് പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരാഴ്ചയാണ്. ഇവൻറ്റുകളാൽ നിർണായകമാണ്. ഓരോ ദിവസവും ഓരോ ഇവൻറ്റുകൾ എന്ന നിലയിലാണ് അടുത്ത ആഴ്ചയുള്ളത്. എല്ലാവരും ബഡ്ജറ്റാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഫെബ്രുവരി 1, 2025 ബഡ്ജറ്റ് വരുന്നത്. ഈ ആഴ്ച നോക്കുമ്പോൾ അടുത്ത ശനിയാഴ്ചയാണ് ബഡ്ജറ്റ് വരുന്നത്. ബഡ്ജറ്റിൻ്റെ ദിവസം മാർക്കറ്റ് ഓപ്പൺ ആണ്. അതുപോലെ വെള്ളിയാഴ്ച എക്കണോമിക് സർവേ വരുന്നു. ബഡ്ജറ്റിൻ്റെ മുന്നോടിയായിട്ട് ഒരു ദിവസം മുമ്പെയാണ് സാധാരണ എക്കണോമിക് സർവേ വരാറുള്ളത്. ഗവൺമെൻറ്റിൻ്റെ ഔട്ട്ലുക്കും എക്സ്പെൻഡിച്ചർ ഔട്ട്ലുക്കും ഒക്കെ തന്നെ അവിടെ വരും. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ഷൻസ് ഈ ആഴ്ച പ്രതീക്ഷിക്കുന്നു. വ്യാഴാഴ്ച മന്ത്ലി എക്സ്പയറി ആണ്. ഈ വർഷത്തെ ആദ്യത്തെ മന്ത്ലി എക്സ്പയറി, വീക്ക്ലി എക്സ്പയറി. അതിനു പുറമെ ഇൻ്റർനാഷണൽ ഇവൻറ്റ്സ്, ഫെഡറൽ റിസർവിൻ്റെ മീറ്റിംഗ് ചൊവ്വാഴ്ച ആരംഭിക്കുകയാണ്. വ്യാഴാഴ്ചയോടുകൂടി ഇൻട്രസ്റ്റ് റേറ്റ് ഡെസിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ നിന്നുള്ള കാര്യങ്ങൾ വരാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓരോ ദിവസവും റിസൾട്ടുകളുടെ സീസണാണ്. Q3 റിസൾട്ടുകൾ ഓരോ ദിവസവും വളരെ പ്രധാനപ്പെട്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2025 തുടങ്ങിയതിന് ശേഷം ഏറ്റവും നിർണായകമായിട്ടുള്ള ഇവൻറ്റുകളുള്ള ഒരു വീക്കായിട്ടാണ് ജനുവരി അവസാനത്തെ വീക്ക്, അതായത് നാളെ തുടങ്ങുന്ന ജനുവരി 27 മുതൽ തുടങ്ങുന്ന വീക്ക് ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് ജനുവരി 26 നമ്മുടെ റിപ്പബ്ലിക് ഡേ ദിവസമാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും. സോ വളരെ നിർണായകമായിട്ടുള്ള ഈ വീക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയും കാര്യങ്ങൾ വ്യത്യസ്തമല്ല. നെഗറ്റീവായിട്ടുള്ള ഒരു ക്ലോസിംഗ് തന്നെയാണ്. വീക്ക്ലി ബേസിസിൽ നിഫ്റ്റി ഏകദേശം 0.57% നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയത്. ബാങ്ക് നിഫ്റ്റിയും 0.52% നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത്. അതിൽ ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് FMCGയും IT ആണ്. വീക്ക്ലി ബേസിസിൽ IT 3.55% റിട്ടേൺ നൽകിയിട്ടുണ്ട്. അതേപോലെ FMCG 0.46% റിട്ടേൺ നൽകിയിട്ടുണ്ട്. IT ബിസിനസ്സുകൾ നൽകുന്ന കമൻട്രികളാണ് അവരുടെ വരുന്ന ഔട്ട്ലുക്കുകൾ. ബിസിനസ് ഔട്ട്ലുക്കുകൾ വളരെ പോസിറ്റീവാണ്. അതുപോലെ തന്നെ കമൻട്രികൾ നോർത്ത് അമേരിക്ക അടക്കം അല്ലെങ്കിൽ US അടക്കമുള്ള പല രാജ്യങ്ങളിലും ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടറിൽ സ്പെൻഡിങ് കൂടാൻ സാധ്യതയുണ്ട്. ട്രംപിൻ്റെ പോളിസികൾ വളരെ നിർണായകമാണ്. മെക്സിക്കോ, ചൈന, അതുപോലെ തന്നെ കാനഡയുമായിട്ടുള്ള എങ്ങനെയാണ് ട്രേഡ് ടാരിഫ് വാറുകൾ തുടങ്ങാൻ പോകുന്നുണ്ടോ, അദ്ദേഹം പല ഇൻഡിക്കേഷൻസും പലപ്പോഴായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ പോളിസികൾ എന്നുള്ളത് ഒരു ഭാഗത്ത് വളരെ നിർണായകമാണ്. ഓരോ ദിവസവും നിർണായകമാണ്. ഫെബ്രുവരി 1 കാനഡയുടെയും അതുപോലെ തന്നെ മെക്സിക്കോയുടെയും താരിഫുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അവസാന തീരുമാനത്തിലെത്തുമെന്നാണ് പലപ്പോഴും അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചൈനയോട് ചില സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടോക്കും കണ്ടു. അതും മാർക്കറ്റ് പോസിറ്റീവായിട്ടാണ് എടുത്തത്. ഏതായാലും വെള്ളിയാഴ്ച US മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ് വന്നിരിക്കുന്നത്. US ആയാലും UK ആയാലും അതുപോലെ തന്നെ യൂറോപ്പിലായാലും ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ് വന്നിരിക്കുന്നത്. ഈ ആഴ്ച ജപ്പാൻ്റെ സെൻട്രൽ ബാങ്ക് 0.25% 0.5% ആയിട്ട് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയുണ്ടായി. സോ വരുന്ന ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട വേജ് റേറ്റ് ഹൈക്കൊക്കെയാണ് അവർ കാണുന്നത്. വരുന്ന സമയങ്ങളിലും അത് കൂട്ടും എന്നുള്ള ഒരു ഇൻഡിക്കേഷൻസ് കൂടി കാണിക്കുകയുണ്ടായി. ഏതായാലും നമ്മൾ വളരെ നിർണായകമായിട്ടുള്ള ഒരാഴ്ചയിലേക്ക് പോകുന്നു. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ബഡ്ജറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ആയിരിക്കും കൂടുതലും. വളരെ പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള റിസൾട്ടുകൾ ഈ ആഴ്ചയുണ്ട്. പല ബാങ്കിങ് റിസൾട്ടുകളും വന്നു. HDFC ബാങ്കിൻ്റെ റിസൾട്ടിന് ശേഷം മാർക്കറ്റ് അത്രമാത്രം റിയാക്ട് ചെയ്തില്ല. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ബാങ്ക് നിഫ്റ്റിയിലും കണ്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിന് കൂട്ടായിട്ട് ഇപ്പോൾ ഇന്നലെ ICICI ബാങ്കിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഏതായാലും ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആണ്. മാർക്കറ്റ് എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാൾ മുകളിലാണ് ബാങ്ക് റിസൾട്ടുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ബാങ്ക് റിസൾട്ടുകളൊക്കെ വിശദമായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ വീഡിയോ ലെങ്ത് ആയിട്ട് പോയേക്കാം. മുഴുവനായിട്ട് കേൾക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഇത്രയും പ്രിപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. സോ ഏതായാലും കാഷ്വലി മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ഓവർസോൾഡ് ടെറിട്ടറിയിലാണെന്ന് വേണം പറയാൻ. അപ്പോൾ ഓവർസോൾഡ് ടെറിട്ടറി എന്ന് പറയുമ്പോൾ ഈ ആഴ്ച ടെക്നിക്കൽ ഔട്ട്ലുക്കുകൾ വർക്ക് ചെയ്യാൻ വളരെ പ്രയാസമുള്ളതായിരിക്കും. പ്രത്യേകിച്ചും ബഡ്ജറ്റ് അടുക്കുന്തോറും ഇനി ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട പല അസംഷൻസും ജനങ്ങൾ വന്നുകൊണ്ടിരിക്കും. ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ തന്നെ ഗവൺമെൻറ് ഇന്നലെ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ അനുസരിച്ചിട്ട് പുതിയ പെൻഷൻ സ്കീം, അതായത് യൂണിഫൈഡ് പെൻഷൻ സ്കീം നിലവിൽ വന്നു കഴിഞ്ഞു. അതായത് April 1, 2025 മുതൽ ഇപ്പോൾ മിനിമം 25 വർഷം സർവീസ് പൂർത്തിയാക്കിയിരിക്കുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക്, സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് 50% എഷ്യൂർഡ് പെൻഷൻ എന്ന് പറയുന്ന സ്കീം. ഇത് ഒരു ചാനലാണ്. അതായത് ഗവൺമെൻറ് ഫോക്കസ് ചെയ്ത് തുടങ്ങുന്നു സ്പെൻഡിങ്ങിലും കൺസ്യൂമർ സ്പെൻഡിങ്ങിലേക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പതുക്കെ വരുന്നു. ഇത് പലപ്പോഴായിട്ടുണ്ടായിരുന്ന ഒരു ഡിമാൻഡാണ് യൂണിഫൈഡ് പെൻഷൻ സ്കീം. അപ്പോൾ അത് നടപ്പിലാക്കിയിരിക്കുന്നു. ഇതോടുകൂടി അവരുടെ 2.3 മില്യൺ, ഏകദേശം 23 ലക്ഷം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒരു 50% അഷ്വേർഡ് പെൻഷൻ എന്നുള്ള സ്കീമിലേക്ക് വരും. അതിനിടയിൽ അവർക്ക് അതിൽ നിന്നും വിഡ്രോ ചെയ്യാൻ പറ്റിയില്ല. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. ഏതായാലും
ഗവൺമെൻറ് ഇങ്ങനെയുള്ള സ്പെൻഡിങ് ഹാബിറ്റ്സ് ഇൻക്രീസ് ചെയ്യാനുള്ള പരിപാടികളിലേക്ക് നടക്കുന്നു അല്ലെങ്കിൽ കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുപോലുള്ള ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട പല അസംഷൻസും ഊഹാപോഹങ്ങളും മാർക്കറ്റിൽ ഈ ആഴ്ച നിലനിൽക്കും. ഇതിനനുസരിച്ച് സെക്ടർ സ്പെസിഫിക് ആയിട്ടും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് വന്നുകൊണ്ടിരിക്കും. പ്രത്യേകിച്ചും ഡിഫൻസ്, ബാങ്കിങ് മായിട്ട് ബന്ധപ്പെട്ട്, അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ഫെർട്ടിലൈസർ സെഗ്മെൻറ്റ്, ഇങ്ങനെയുള്ള സെഗ്മെൻറ്റുകളിലൊക്കെ തന്നെ ഇൻഷുറൻസ് സെഗ്മെൻറ്റ്, എല്ലാവരും ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് അടക്കം, അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് പോപ്പുലറൈസ് ചെയ്യുക എന്നുള്ള രീതിയിൽ ആ ഭാഗങ്ങളിലൊക്കെ തന്നെ അനൗൺസ്മെൻറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട്, സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്, ഇങ്ങനെ പല ടാക്സ് ടെററിസം എന്ന രീതിയിലാണ് മീഡിയാസ് വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ തരത്തിലും ടാക്സ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് കുറച്ചുകൊണ്ട് സാലറീഡ് പേഴ്സൺസിന് അടക്കം സ്പെൻഡിങ് കൂട്ടാൻ വേണ്ടി ഇൻകം ടാക്സ് സ്ലാബുമായിട്ട് ബന്ധപ്പെട്ട്, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല ഊഹാപോഹങ്ങളും വളരെ ശക്തി ആർജിക്കുന്ന ഒരു വീക്ക് കൂടിയാണിത്. അതിൻ്റെ ഭാഗമായിട്ടും കൂടുതൽ മാർക്കറ്റ് വൊളറ്റൈൽ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ ഔട്ട്ലുക്ക് എത്രമാത്രം വർക്ക് ചെയ്യും നമുക്ക് ഈ ആഴ്ച പറയാൻ സാധിക്കില്ല. എങ്കിലും മാർക്കറ്റ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ 22,950 താഴെ നിഫ്റ്റി വീക്കാവാനുള്ള സാധ്യതയുണ്ട്. സോ 22,950 ഒരു പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോണായിട്ട് നിൽക്കാം. 22,950 ടു 23,000 തന്നെ പറയാം. ആ ഒരു സോൺ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് 23,092-ലാണ്. അതായത് ഒരു 150 പോയിൻ്റ് ഡൗൺ സൈഡ് കൂടി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെയാണ് സപ്പോർട്ട് വേണ്ടത്. അതുപോലെ തന്നെ അപ്സൈഡ് വരുന്ന സമയത്ത് നമ്മുടെ പ്രധാനപ്പെട്ട സപ്ലൈ സോണായിട്ട് ഇപ്പോഴും വർത്തിക്കുന്നത് 23,300 ടു 350 ആ ഒരു സപ്ലൈ സോണിൽ വരുന്ന സമയത്ത് വളരെയേറെ സെല്ലിംഗ് വരുന്നതായിട്ട് ഫേസ് ചെയ്യുന്നു. അതിന് മുകളിൽ മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അടുത്ത ഒരു റാലി എന്ന് പറയാൻ സാധിക്കുന്നത്. സോ 23,300 350 ഒരു അപ്പർ സൈഡിലും 23,000 ടു 22,950 ഒരു ഡൗൺ സൈഡിലുമുള്ള ഒരു മാർക്കറ്റാണ് ഈ ആഴ്ചയും എക്സ്പെക്ട് ചെയ്തത്. ഞാൻ പറഞ്ഞു, വൊളറ്റാലിറ്റി കൂടാൻ വളരെ സാധ്യതയുണ്ട്. 22,950 ശേഷം താഴെ മാർക്കറ്റ് വീഴുകയാണെങ്കിൽ 22,800 എന്ന് പറയുന്ന ഓൾ ടൈം നമ്മുടെ ഒരു മാക്സിമം ഒരു എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു വാരിയസ് സെഗ്മെൻറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. 22,800 വരെ അവിടെ നിന്നെങ്കിലും ഒരു റിക്കവറി റാലി. ഏതായാലും മാർക്കറ്റ് ഇത്രയും ഓവർസോൾഡ് ആയ സ്ഥിതിക്ക് ഇവിടുന്ന് ഒരു റിക്കവറി റാലി ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ചെറിയ ബൗൺസ് ബാക്ക്, അത് 22,250 ടു 23,300 വരെയെങ്കിലും നമ്മൾ റീബൗൺസിങ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ക്ലോസിംഗ് ലെവൽ വെച്ച് നോക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട ഇവൻറ്റുകളിലൂടെ നമുക്കൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ 27 ജനുവരി, അതായത് തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട റിസൾട്ടുകളുണ്ട്. കോൾ ഇന്ത്യ ഉണ്ട്, ടാറ്റ സ്റ്റീൽ ഉണ്ട്, IOC, ബജാജ് ഹൗസിംഗ് ഉണ്ട്, ഫെഡറൽ ബാങ്ക്, ACC, അതുപോലെ തന്നെ പെട്രോനെറ്റ് LNG, ഇത്രയും കമ്പനികളുടെ റിസൾട്ട് തിങ്കളാഴ്ച വരാനുണ്ട്. അതിന് പുറമെ ചൈനയുടെ മാനുഫാക്ചറിങ് ഡാറ്റ, നോൺ മാനുഫാക്ചറിങ് ഡാറ്റ വരുന്നുണ്ട്. ബയോകോൺ, നമ്മുടെ പ്രധാനപ്പെട്ട പിക്കായിട്ടുള്ള ബയോകോണിൻ്റെ ബോർഡ് മീറ്റിംഗ് കൂടിയുണ്ട്. ഫണ്ട് റേസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവർ മാർക്കറ്റ് ബോർഡ് മീറ്റിംഗ് വരുന്നത്. അതുപോലെ തന്നെ ചൊവ്വാഴ്ച 28 ജനുവരി വരുന്ന സമയത്ത് ഫെഡറൽ റിസർവിൻ്റെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ഇവൻറ്റ്. അതുപോലെ തന്നെ 28-ന് ഇന്ത്യയിൽ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ബജാജ് ഓട്ടോ, ഹിന്ദുസ്ഥാൻ സിങ്ക്, ഹുണ്ടായി മോട്ടോഴ്സ്, സിപ്ല, TVS മോട്ടോഴ്സ്, BHEL, ഇത്രയും കമ്പനികളുടെ റിസൾട്ട് വരുന്നുണ്ട്. സോ അന്നും നമുക്ക് ഇവൻറ്റ്ഫുൾ തന്നെയാണ്. ഇനി ബുധനാഴ്ചത്തേക്ക് വരുന്ന സമയത്ത് FOMCയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡെസിഷൻ രാത്രിയോടുകൂടി അവിടെ അനൗൺസ് ചെയ്യും. നമുക്ക് വ്യാഴാഴ്ചയായിരിക്കും അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് വരിക. അന്ന് തന്നെയാണ് ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഡിസംബർ മാസത്തെ അവരുടെ മീറ്റിങ്ങിൻ്റെ ഔട്ട്കം വരുന്നുണ്ട്, പുറത്തേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ സീമെൻസും കൊഫോർജും എക്സ് ഡിവിഡൻഡ് ട്രേഡ് ചെയ്യുന്ന ദിവസം തന്നെയാണ് ബുധനാഴ്ച. ഒരുപാട് റിസൾട്ടുകൾ വരുന്ന ദിവസം. മെയിൻ സ്ട്രീം കമ്പനികൾ മാത്രമാണ് ഞാൻ ഉൾക്കൊള്ളുന്നത്. ഡെയിലി പോഡ്കാസ്റ്റിൽ മറ്റുള്ള ഇന്ത്യയിലത്തെ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലുള്ള ഓഹരികളൊക്കെ തന്നെ ഉൾപ്പെടുത്താം. ബജാജ് ഫിനാൻസ്, അതുപോലെ തന്നെ മാരുതി സുസുക്കി, ടാറ്റ മോട്ടോഴ്സ്, അംബുജ സിമൻറ്റ് ബുധനാഴ്ചയെ സംബന്ധിച്ചിട്ട് ഓട്ടോമൊബൈൽ സെക്ടറിൽ പ്രധാനപ്പെട്ടതാണ്. രണ്ട് പ്രധാനപ്പെട്ട കമ്പനികൾ ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്നും റിസൾട്ടുകളുമായിട്ട് വരുന്നു. അത് ഒന്ന് മാരുതി സുസുക്കി, ഒന്ന് ടാറ്റ മോട്ടോഴ്സ്. അടുത്തത് അംബുജ സിമൻ്റാണ്, SRF ഇന്ത്യയാണ്. അന്ന് തന്നെ ഒരു IPO, ഈ ആഴ്ച IPO ലോഞ്ച് ആകുന്ന ഡോക്ടർ അഗർവാൾസ് കമ്പനിയുടെ IPO, അഗർവാൾസ് ഐ ഹോസ്പിറ്റലിൻ്റെ സെക്രട്ടറിയാണ്. അവരുടെ IPO വരുന്നുണ്ട്. 382 മുതൽ 402 വരെയാണ് ഇതിൻ്റെ പ്രൈസിങ്. ഇതിൻ്റെ IPO റിവ്യൂ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ 3027 കോടി രൂപയുടെ IPO ആണ്. അതിൻ്റെ ഇമ്പാക്റ്റും കൂടി ബുധനാഴ്ച മാർക്കറ്റിൽ വരാനുണ്ട്. ഇനി 30-ാം തീയതി, അതായത് തേഴ്സ്ഡേ വരുന്ന സമയത്ത് മന്ത്ലി വീക്ക്ലി എക്സ്പയറി വരുന്നു. അന്ന് LNT, അതുപോലെ തന്നെ ബജാജ് ഫിനാൻസ്, BEL, ശ്രീ സിമൻറ്റ്, ഡാബർ ജിൻഡാൽ സ്റ്റീൽ, ബയോകോണിൻ്റെ ഒക്കെ റിസൾട്ട് വ്യാഴാഴ്ച വരുന്നുണ്ട്. വെള്ളിയാഴ്ച എക്കണോമിക് സർവേ തന്നെയാണ്. ഒരു വൈകുന്നേരമായിരിക്കും മിക്കവാറും വരിക എക്കണോമിക് സർവേ റിപ്പോർട്ട്. അതിന് പുറമെ സൺഫാർമ, നെസ്ലെ, ONGC, ചോളമണ്ഡലം, മാരിക്കോ, ഇൻഡസിൻഡ് ബാങ്ക്, LIC ഹൗസിംഗ്, ബന്ധൻ ബാങ്ക്, ഇത്രയും കമ്പനികളുടെ റിസൾട്ടുകൾ വരുന്നുണ്ട്. എക്കണോമിക് സർവേ അന്ന് വരുന്നു.
സോ ഇത്രയാണ്. ഇനി ഇതിനൊക്കെ പുറമെയാണ് ട്രംപിൻ്റെ ട്വീറ്റ്സുകളും ട്രംപിൻ്റെ പോളിസി ഡിസിഷൻസും. ഓരോ ദിവസവും അദ്ദേഹം എന്താണ് പ്ലാൻ ചെയ്യുന്നത് എല്ലാവരും ഉറ്റുനോക്കുന്നത് ട്രംപിൻ്റെ ട്വിറ്റർ ഹാൻഡിലും അതുപോലെ തന്നെ അവിടുന്ന് വൈറ്റ് ഹൗസിൽ നിന്നുള്ള പ്രസ് മീറ്റിങ്ങിനുമായിട്ടാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ ഡെസ്കിലും ആക്റ്റീവായിട്ട് നിൽക്കേണ്ട ഒരാഴ്ചയാണ് ട്രേഡേഴ്സിനെ സംബന്ധിച്ചിട്ട്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മ്യൂച്വൽ ഫണ്ടുകളെ സംബന്ധിച്ചിട്ട്. മ്യൂച്വൽ ഫണ്ടുകൾ ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെപ്പോഴെങ്കിലും ഇത് സെല്ലിംഗ് സൈഡിലേക്ക് പോകുമോ എന്നുള്ളത്. പക്ഷേ നമുക്ക് വാല്യുവേഷൻ വൈസ് പോകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ വാല്യുവേഷനെ പറ്റി നമുക്ക് ഒരു വീഡിയോ ചെയ്യാം. രണ്ട് തരത്തിലുള്ള വാല്യുവേഷനാണുള്ളത്. ഒന്ന് ഏർണിംഗ് മീൻസ് മാർക്കറ്റ് ബോട്ടം ചെയ്യുന്നത് രണ്ട് തരത്തിലാണ് വാല്യുവേഷൻ വൈസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. ഒന്ന് ഏർണിംഗ് വൈസ് നമുക്ക് കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ പ്രൈസ് വൈസ് നോക്കാം. പ്രൈസ് വൈസ് നോക്കുന്ന സമയത്ത് സ്റ്റോക്ക് പ്രൈസിൽ ഒരു ഇടിവ് വരുന്ന സമയത്ത് അതിൻ്റെ മാക്സിമം നല്ല രീതിയിൽ ആ വാല്യുവേഷൻ കംഫർട്ടബിൾ ആവുന്ന രീതിയിലാണ് വാല്യുവേഷൻ കണ്ടുപിടിക്കുക. മറ്റൊന്ന് ഏർണിങ്സ് വൈസ് വാല്യുവേഷൻ വരാം. അതായത് ഏതൊരു സെക്ടർ ആയാലും ഏതൊരു കമ്പനി ആയാലും മിനിമം ഇത്രയെങ്കിലും ഏർണിങ്സ് എന്തായാലും വരും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ സിമെൻറ്റ് സെക്ടർ കമ്പനികളൊക്കെ റിസൾട്ടൊക്കെ വരുന്നത് നെഗറ്റീവാണ്. അപ്പോൾ ഈ സമയത്ത് അംബുജ ആയാലും അതുപോലെ തന്നെ അൾട്രാടെക്കിൻ്റെ കോൺകോളിലടക്കം അവർ സൂചിപ്പിച്ചത് മാർക്കറ്റിലെ ഡിമാൻഡ് വർദ്ധിക്കുന്നുണ്ട്, ജനുവരി മുതൽ മാർക്കറ്റിലെ ഡിമാൻഡ് വരുന്നുണ്ട്, പതുക്കെ മാർക്കറ്റിൽ റിവൈവൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ടി വി എസ് മോട്ടോഴ്സിൻ്റെ പ്രധാനപ്പെട്ട ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുള്ള അദ്ദേഹം ജനുവരിയിൽ ദാവോസിൽ നടത്തിയിരിക്കുന്ന പ്രസ്താവന വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ പറയുന്നത് ജനുവരി മുതൽ ടി വി എസിൻ്റെ സെയിൽസിൽ ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു ചെറിയ പോസിറ്റീവ്നെസ് എവിടെയൊക്കെയോ ബിസിനസ് ഫീൽഡിൽ വരുന്നുണ്ട്. അതുപോലെ എസ് ബി ഐയുടെ ചെയർമാൻ പറഞ്ഞത് ഫെഡറൽ റിസർവ് ഫെബ്രുവരി മാസത്തെ റേറ്റ് കട്ട് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്, അത് അഭിവാജ്യമാണ്, അത് നടത്താതിരിക്കാൻ സാധിക്കില്ല എന്ന തരത്തിലുള്ള പ്രസ്താവന വന്നു. അപ്പോൾ അതുമായിട്ട് ചിന്തിച്ച് വായിക്കുന്ന സമയത്ത് നമുക്ക് ബാങ്കിങ് റിസൾട്ടുകൾ ഇപ്പോൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന ബാങ്കിങ് റിസൾട്ടുകളൊക്കെ തന്നെ വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റ് അടിച്ചു പോവാണ്. കാരണം പ്രൊവിഷൻസ് കിട്ടാക്കടം കൂടി വരുന്നു, അതുപോലെ തന്നെ പ്രൊവിഷൻസ് കിട്ടാക്കടത്തിന് മുകളിൽ വിൽക്കുന്ന പ്രൊവിഷൻസ് ബാങ്കുകൾ കൂട്ടിവെക്കുന്നു. അപ്പോൾ ബാങ്കുകൾക്ക് തന്നെ അസറ്റ് ക്വാളിറ്റിയിൽ സംശയമുണ്ടോ എന്നുള്ള ഒരു രീതിയിലാണ് വരുന്നത്. സ്വാഭാവികമാണ്. മൈക്രോ ഫിനാൻസ് രംഗത്ത് ഞാൻ അനലൈസ് ചെയ്യാൻ പോകുന്ന IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ഒക്കെ പ്രൊവിഷൻസ് വളരെ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് മാർക്കറ്റും ഇൻവെസ്റ്റേഴ്സും പേടിക്കുന്നു, റീറ്റെയിലേഴ്സും പേടിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് അതായത് റേറ്റ് കട്ട് ഫെബ്രുവരിയിൽ വരും എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും റേറ്റ് കട്ട് കുറയുന്ന സമയത്ത് ഫണ്ടിൻ്റെ കോസ്റ്റ് കുറയും. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു റേറ്റ് കൂടി നിൽക്കുന്ന സമയത്ത് അവർ ഡെപ്പോസിറ്റ്സ് ക്യാൻവാസ് ചെയ്യണമെന്നുള്ള ചർച്ചയും കൂടി വരാം. ഈ ക്വാർട്ടറിൽ തന്നെയാണ് വരിക. ജനുവരി ആയാലും ഫെബ്രുവരിയിലായാലും ഡെപ്പോസിറ്റ്സ് ക്യാൻവാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വാർട്ടറിലെ ഡെപ്പോസിറ്റ് ക്യാൻവാസേഷൻ തന്നെയാണ് വരുന്നത്. അപ്പം ഫെബ്രുവരിയിൽ റേറ്റ് കട്ട് ഉണ്ടാകുമെങ്കിൽ ഫണ്ട് കുറച്ചുകൂടി ചീപ്പായിട്ട് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് ഫണ്ട് ചീപ്പായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ലോണിൽ അത്രയും അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് മാർജിൻ കൂട്ടാൻ സാധിക്കും. അപ്പോൾ ബാങ്കുകൾ കൂടുതൽ ഉത്സാഹത്തോടു കൂടി ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കുറച്ചുകൂടി വെയിറ്റ് ചെയ്തേക്കാം ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ ക്യാമ്പയിനൊക്കെ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ അടുത്ത ക്വാർട്ടറോട് കൂടി തന്നെയാണ് കൂടുതലും സ്ട്രെങ്തൻ ആവാൻ സാധ്യത എന്നുള്ളത് അതൊരു പോയിന്റ്. പ്രത്യേകിച്ചും ഇനി മറ്റുള്ള കാര്യങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത് ഒന്ന് അൾട്രാടെക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, TVS മോട്ടോഴ്സിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞു. സോ ഏണിംഗ് കമ്പനി മീൻസ് സിമെൻറ്റ് സ്റ്റോക്കുകളെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവരുടെ ഒരു ബോട്ടം ലെവലിലേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിമെൻറ്റ് സ്റ്റോക്കുകളെ സംബന്ധിച്ച് ഏറ്റവും മോശമായിട്ടുള്ള സമയത്താണുള്ളത്. മാക്സിമം ഏർണിങ്സ് ഒക്കെ നോസായിട്ടാണ് വരുന്നത്. മീൻസ് എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് പെർഫോം ചെയ്യുന്നില്ല. ആ ഒരു സെക്ടർ നോക്കിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഗവൺമെൻറ് ഫോക്കസ് ചെയ്യുന്നത് GDP ഗ്രോത്ത് ഇത്രയും കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഗവൺമെൻറ്റിന് ഇനി ഗ്രോത്തിൽ ഫോക്കസ് ചെയ്തേ പറ്റുള്ളൂ. ഗ്രോത്തിൽ ഫോക്കസ് ചെയ്യണമെങ്കിൽ എക്കോണമിയിൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ അത്യാവശ്യമാണ്. അപ്പോൾ തൊഴിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കാൻ പറ്റുന്നത് എപ്പോഴും മാനുഫാക്ചറിങ് സെക്ടറിലും കൺസ്ട്രക്ഷൻ സെക്ടറിലും ഒക്കെയാണ്. അപ്പോൾ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂട്ടുക. കഴിഞ്ഞ പ്രാവശ്യം ബജറ്റിൻ്റെ പ്രഖ്യാപനത്തോടു കൊണ്ട് തന്നെ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ മീൻസ് സ്പെൻഡിങ് വന്നിട്ടില്ല, ഗവൺമെൻറ് സെക്ടറിൽ നിന്നും സ്പെൻഡിങ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ബജറ്റിൽ കൂടുതലായിട്ട് സ്പെൻഡിങ്ങിൽ ഫോക്കസ് ചെയ്തേക്കാം. അങ്ങനെയാണെങ്കിൽ സിമെൻറ്റ് ഇല്ലാത്ത ഒരു തരത്തിലും മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസോ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസോ നടക്കില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സിമെൻറ്റിന് ഈ വർഷം കുറച്ചുകൂടി ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സിമെൻറ്റ് സെക്ടറിൽ നല്ല സ്റ്റോക്കുകൾ, നല്ല വാല്യുവേഷൻ വൈസ് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം എന്ന് തന്നെയാണ് ചെറിയ രീതിയിലുള്ള എൻ്റെ നിഗമനം. അതുപോലെ തന്നെ SBI പോലുള്ള ഓഹരികൾ നമ്മൾ പലപ്പോഴായിട്ട് 900, 1000 ഒക്കെ ടാർഗറ്റ് ചെയ്ത് പറഞ്ഞതാണ്. ഇപ്പോൾ 700 നിലവാരത്തിലേക്ക് വന്നിരിക്കുന്നു. സോ SBI ഇപ്പോൾ 743 അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലാണുള്ളത്. അവരുടെ സബ്സിഡറി വാല്യുവേഷൻ ഒഴിച്ച് നോക്കിയാൽ പോലും വളരെ ചീപ്പായിട്ടുള്ള പ്രൈസ് ടു ഏർണിംഗ് വാല്യുവേഷൻ, അതായത് ഇപ്പോഴുള്ള ഒരു 700, 750 രൂപ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു 100, 150 രൂപ അവരുടെ സബ്സിഡറി വാല്യുവേഷനാണ്. പല കമ്പനികൾ SBI ലൈഫ്, SBI ക്യാപിറ്റൽ, അങ്ങനെ പല സെഗ്മെൻറ്റിൽ അവർക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അതിൻ്റെയൊക്കെ വാല്യുവേഷൻ കുറച്ചാൽ പോലും ഒരു 600, 650 രൂപക്ക് നമുക്ക് SBI എന്ന് പറയുന്നത് വളരെ ചീപ്പായിട്ടുള്ള വാല്യുവേഷൻ തന്നെയാണ്. ഇവിടുന്ന് താഴെ പോകില്ല എന്നല്ല, പക്ഷേ ആ ഒരു കമ്പനിയുടെ ഡെപ്പോസിറ്റും ഇത്രയും കോടി ഡെപ്പോസിറ്റ്സ് മൊബിലൈസേഷനും അക്കൗണ്ടുമുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ബാങ്കർ എന്ന നിലയിൽ ഒരു വാല്യുവേഷൻ വളരെ കംഫർട്ടബിളാണ്. ICICI വളരെ കംഫർട്ടബിളാണ്.
ഇവിടുന്ന് താഴെ ഇതിൻ്റെ അർത്ഥം നാളെ മുതൽ ICICI കുതിച്ചു വരുമെന്നുള്ള റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പം പതുക്കെ ലോങ് ടേം ഇൻവെസ്റ്റർ ആണ് നിങ്ങളെങ്കിൽ, അതിന് പ്ലാൻ ചെയ്ത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സിമെൻറ്റ് സ്റ്റോക്കുകളിൽ സെലക്ട് ആയിട്ടുള്ള, ഞാൻ എപ്പോഴും പറയുന്ന സിമെൻറ്റ് സ്റ്റോക്കാണ്, ഇപ്പോഴും ബുള്ളിഷ് ആയിട്ടുള്ള സിമെൻറ്റ് സ്റ്റോക്കാണ് അംബുജ. ഐ എം കംഫർട്ടബിൾ വിത്ത് അംബുജ. എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 750+ ആണ് അംബുജയിൽ. പ്രത്യേകിച്ചും ആ ഒരു കൺസോളിഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് സിമെൻറ്റ് സെക്ടറിൽ. പ്രത്യേകിച്ചും ഈ പറയുന്ന ബിർള അതുപോലെ തന്നെ അദാനി ഗ്രൂപ്പിൽ വളരെ നല്ല രീതിയിലുള്ള അക്വസിഷൻസ് നടന്നുകൊണ്ട് കൺസോളിഡേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും സിമെൻറ്റ് സെക്ടർ ഈ ഒരു 2025 ഫോക്കസിൽ വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ബഡ്ജറ്റിൻ്റെ കാര്യത്തിൽ സ്പെൻഡിങ്ങും അതുപോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പാൻഡിച്ചറും ഒക്കെ വരുന്ന സമയത്ത് സിമെൻറ്റിന് മുന്നോട്ട് വരാതിരിക്കാൻ കഴിയില്ല. ബാങ്കിങ്ങിനും അതുപോലെ തന്നെ അതുമായിട്ട് കണക്റ്റഡ് ആണ് ബാങ്കിങ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടുതൽ നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഫിനാൻസിൻ്റെ ആവശ്യം വരും, ലെൻഡിങ് കൂടാൻ സാധ്യതയുണ്ട്. പക്ഷേ മൈക്രോ ഫിനാൻസ് രംഗത്തുള്ള ചെറിയ രീതിയിലുള്ള, ഇത് വളരെ മുമ്പേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, മൈക്രോ ഫിനാൻസ് രംഗത്ത് കിട്ടാക്കടം കൂടുന്നു, ബാങ്കുകളുടെ ഏർണിങ്സിൽ Q2ഉം Q3യും ഇടിയാൻ സാധ്യതയുണ്ട്. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ കുറച്ച് റിസൾട്ട് അനാലിസിസിലേക്ക് നമുക്ക് വരാം. അതിലൊന്നാമത് ICICIയുടെ റിസൾട്ട് തന്നെയാണ്. സന്ദീപ് ബത്ര വന്നതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ICICI ബാങ്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ICICIയുടെ റിസൾട്ട് ബീറ്റ് ദ എസ്റ്റിമേഷൻ തന്നെയാണ്. ബ്ലൂംബർഗിൻ്റെ എസ്റ്റിമേഷൻ്റെ മുകളിൽ തന്നെയാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇതിൽ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിൽ 18 ബേസിസ് പോയിൻ്റ് കുറവ് വന്നിട്ടുണ്ട്. NPA അതായത് കിട്ടാക്കടത്തിൽ 0.44% ആയിട്ടുള്ളത് 0.42% ആയിട്ട് കുറഞ്ഞത് ആശ്വാസമാണ്. പ്രൊവിഷൻസ് 1050 നിന്നും 1227 കോടി രൂപ. ഇതാണിപ്പോൾ ഈ പ്രൊവിഷൻസ് കൂടുക എന്ന് പറയുന്നത്. എപ്പോഴും മാർക്കറ്റ് റീഡ് ചെയ്യുന്നത് അസറ്റ് ക്വാളിറ്റിയിൽ പ്രശ്നമുണ്ട്, അതായത് അവരുടെ കിട്ടാക്കടത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. പ്രൊവിഷൻസ് 1050 കോടിയിൽ നിന്നും 1227 കോടി രൂപയായിട്ട് ICICI ബാങ്ക് കൂട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം കുറച്ച് കിട്ടാക്കടം കൂടിയിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് 5714 കോടിയിൽ നിന്നും 6085 കോടി രൂപയായിട്ട് സ്ലിപ്പേജ് കൂടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അവർ പ്രൊവിഷൻസ് കൂട്ടി വെച്ചിരിക്കുന്നത്. അതേസമയം Q3യിൽ 4.2% ഉണ്ടായിരുന്ന നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ അതിപ്പോൾ 4.25 ആയിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ വർഷം അത് 4.47 ആയിരുന്നു. അതായത് ബാങ്കിൻ്റെ പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയാം, പ്രോഫിറ്റ് മാർജിനിൽ ഇടിവ് വന്നിട്ടുണ്ട്. അതും ഒരു കൺസേൺ ആണ്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കിക്കഴിഞ്ഞാൽ 10,272 ഉണ്ടായിരുന്ന കഴിഞ്ഞ വർഷം അതിപ്പോൾ 11,792 കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്, 14.8%. മാർക്കറ്റ് എസ്റ്റിമേഷൻ ഒരു 11,495 കോടി രൂപയായിരുന്നു മാർക്കറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നത്. അതിന് മുകളിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റും 11,053 കോടിയിൽ നിന്നും 12,883 കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ട്. പ്രൊവിഷൻ കവറേജ് 78.2% ആയിട്ട് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അത് Q3യിൽ 78.5 ആയിരുന്നു. പ്രൊവിഷൻ കവറേജ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ബേസ് നോക്കുന്ന സമയത്ത്. ഓവർ ആൻഡ് അബവ് മാർക്കറ്റ് വിചാരിച്ചതിൽ കുറച്ചുകൂടി ബീറ്റർ ദാൻ എസ്റ്റിമേഷൻ ആണ്. പക്ഷേ വലിയൊരു എക്സ്ട്രാ ഓർഡിനറി റിസൾട്ടൊന്നും ICICI ബാങ്കിൻ്റെ ഭാഗത്ത് വന്നിട്ടില്ല. ഇനി ICICI ബാങ്കിൻ്റെ റിസൾട്ട് മാർക്കറ്റ് പോസിറ്റീവ് എടുത്തു കഴിഞ്ഞാൽ HDFC ബാങ്ക്, ICICI ബാങ്ക് ഈ രണ്ടും പോസിറ്റീവായിട്ട് മൂവ് ചെയ്യാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ തന്നെ യെസ് ബാങ്കിൻ്റെ റിസൾട്ട് നമ്മുടെ എവർഗ്രീൻ ഫേവറേറ്റ് പിക്കായിരുന്നു, ഒരു മൾട്ടി ബാഗർ പിക്കായിട്ട് ഞാൻ പലപ്പോഴായിട്ടും പറഞ്ഞ ബാങ്കാണ് യെസ് ബാങ്ക്. യെസ് ബാങ്കിൻ്റെ റിസൾട്ട് വന്നിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റിൽ 3 ഇരട്ടിയാണ്. കഴിഞ്ഞ വർഷത്തെ നെറ്റ് പ്രോഫിറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് 3 ഇരട്ടിയാണ്. 612 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റാണ് യെസ് ബാങ്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ 2.4% ആണ്. ഇയർ ഓൺ ഇയറിൽ കഴിഞ്ഞ വർഷം 231 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയ കമ്പനിയാണ് ഇപ്പോൾ 612 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും പ്രൊവിഷൻസ് കുറച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ICICI ബാങ്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവർ പ്രൊവിഷൻസ് കൂട്ടിയിരിക്കുന്നു, കിട്ടാക്കടം കൂടിയതുകൊണ്ട്. ഇവർ പ്രൊവിഷൻസ് കുറച്ചിരിക്കുന്നു. അപ്പോൾ അവരുടെ അസറ്റ് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. സോ പ്രൊവിഷൻസ് കുറച്ചിരിക്കുന്നു, ബാഡ് ലോണിൻ്റെ പുറത്തുനിന്നുള്ളതാണ് ഈ പ്രോഫിറ്റ് ഇത്രയും കൂടാനുള്ള കാരണമായിട്ട് യെസ് ബാങ്ക് പറയുന്നത്. ഇവരുടെ കിട്ടാക്കടം എന്ന് പറയുന്നത് 0.5%, 0.9% ഉണ്ടായിരുന്നത് 0.5% ആയിട്ട് കുറഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. സോ അതും ബാങ്കിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവാണ്. പ്രൊവിഷൻസ് 259 കോടി രൂപയാണ് വെച്ചിരിക്കുന്ന പ്രൊവിഷൻസ്. കഴിഞ്ഞ പ്രാവശ്യം 555 കോടി രൂപ പ്രൊവിഷൻ വെച്ച സ്ഥാനത്ത് ഇപ്പോൾ വെറും 289, ഏകദേശം പകുതിയോളം മാത്രമേ വെച്ചിട്ടുള്ളൂ എന്നുള്ളത് ബാങ്കിന് ആശ്വാസമാണ്. പ്രൊവിഷൻസ് കുറക്കുക എന്ന് പറയുന്നത് ബാങ്കിന് അവരുടെ ഡെപ്പോസിറ്റ്സിനും ലോണുകളുടെ മുകളിലുള്ള വിശ്വാസമാണ് കാണിക്കുന്നത്, കിട്ടാക്കട ആവില്ല എന്നുള്ള വിശ്വാസമാണ് കാണിക്കുന്നത്. സോ അത് മാർക്കറ്റ് പോസിറ്റീവായിട്ട് ഡിസ്കൗണ്ട് ചെയ്തേക്കാം. പ്രൊവിഷൻസ് കവറേജ് 71.2% പ്രൊവിഷൻ കവറേജ് റേഷ്യോ യെസ് ബാങ്കിനുള്ളത്. അതുപോലെ മറ്റൊരു ബാങ്ക് IDFC ഫസ്റ്റ് ബാങ്കാണ്. ഇതും ഞാൻ പലപ്പോഴായിട്ട് സജസ്റ്റ് ചെയ്തൊരു ബാങ്കായിരുന്നു. IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ റിസൾട്ട് പുറത്തുനിന്ന് മീഡിയാസ് റിപ്പോർട്ട് ചെയ്ത് കാണുന്ന സമയത്ത് നെഗറ്റീവായിട്ട് വളരെ തോന്നിയേക്കാം. കാരണം
53% നെറ്റ് പ്രോഫിറ്റിൻ്റെ കുറവുണ്ട് എന്ന് കാണിക്കുന്നു. ശരിയാണ്, 339 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റാണ് വന്നിരിക്കുന്നത്. അതേസമയം പ്രൊവിഷൻസിലും നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അതായത് പ്രൊവിഷൻസ് Q3 മാത്രം 1338 കോടി രൂപയുടെ പ്രൊവിഷൻസാണ് വെച്ചിരിക്കുന്നത്. മൈക്രോ ഫിനാൻസ് രംഗത്തുള്ള പ്രശ്നങ്ങളാണ് ബാങ്കിന് വിനയായിരിക്കുന്നത്. മൈക്രോ ഫിനാൻസ് രംഗത്തുള്ള കിട്ടാക്കടങ്ങളുടെ പേരിലാണ്. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, കഴിഞ്ഞ പ്രാവശ്യം വെച്ച പ്രൊവിഷൻസ് ഒന്നുപോലും കമ്പനി ഇതുവരെ യൂട്ടിലൈസ് ചെയ്ത്. എപ്പോഴാണ് പ്രൊവിഷൻസ് യൂട്ടിലൈസ് ചെയ്യുക? ഇപ്പം നിങ്ങൾ വിചാരിക്കുകയാണ് കിട്ടാക്കടം കൂടുന്നുണ്ട്, അപ്പോൾ ആ കിട്ടാക്കടം കൂടിക്കഴിഞ്ഞാൽ ആ വരുന്ന നഷ്ടം നികത്താനാണ് നമ്മൾ പ്രൊവിഷൻ വെക്കുന്നത്. അപ്പോൾ ആ പ്രൊവിഷൻ യൂസ് ചെയ്യപ്പോഴാണ് കിട്ടാക്കടം ശരിക്കും കിട്ടാക്കടമായി. ഇതൊരു എക്സ്പെക്റ്റേഷൻ മാത്രമാണ്, ഇത് യഥാർത്ഥത്തിൽ കിട്ടാക്കടം ആയിട്ടില്ല. നെറ്റ് NPA എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. 3 മാസത്തിൽ കൂടുതലായിട്ട് 90 ദിവസത്തിൽ കൂടുതലായിട്ട് അവർ ഇൻട്രസ്റ്റ് മുതൽ ഒന്നും പേ ചെയ്യുന്നില്ല, EMI പേ ചെയ്യുന്നില്ല 3 മാസമായിട്ടുണ്ടെങ്കിൽ ആ ഒരു ലോണിനെ സ്വാഭാവികമായിട്ടും ബാങ്ക് നെറ്റ് NPA അല്ലെങ്കിൽ NPA ആയിട്ട് കൺസിഡർ ചെയ്യും, നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ അതിന് മുകളിൽ ഇവർ പ്രൊവിഷൻ വെച്ചു തുടങ്ങും. അപ്പോൾ ആ പ്രൊവിഷൻ യഥാർത്ഥത്തിൽ ഉപയോഗിക്കുക, ഇവർ യഥാർത്ഥത്തിൽ ആ പൈസ പേ ചെയ്യാതിരിക്കുമ്പോഴാണ് ഈ പ്രൊവിഷൻസ് യൂട്ടിലൈസ് ചെയ്യുന്നത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വെച്ച പ്രൊവിഷൻസ് ഒന്നും തന്നെ കമ്പനി അല്ലെങ്കിൽ ബാങ്ക് യൂട്ടിലൈസ് ചെയ്തതായിട്ട് കാണുന്നില്ല. അതൊരു കാര്യം. പിന്നെ സ്ലിപ്പേജ് 2031 കോടി രൂപ ഉണ്ടായിരുന്നത് 2192 കോടി രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. ചെറിയ മാർജിനൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെ നെറ്റ് NPA 0.68% ഉണ്ടായിരുന്ന NPA കുറഞ്ഞിട്ടിപ്പോൾ 0.52% നെറ്റ് NPA കുറയാണ് ചെയ്തത്. അതുപോലെ തന്നെ മൈക്രോ ഫിനാൻസ് ഈ രംഗത്തുള്ള അവർ തന്നെ ബാങ്ക് തന്നെ പറയുന്നുണ്ട്, ഈ മൈക്രോ ഫിനാൻസ് രംഗത്തുള്ള പ്രശ്നങ്ങൾ ചില ക്വാർട്ടറുകൾ കൊണ്ട് നമ്മൾ ഓവർകം ചെയ്യും എന്ന് ബാങ്ക് വളരെ കോൺഫിഡൻസോടുകൂടി പറയുന്നുണ്ട്. ആ ഒരു സെക്ടർ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ അവരുടെ നെറ്റ് NPAയും ഗ്രോസ് NPAയും ഒക്കെ തന്നെ കുറവാണ്. ബാക്കിയുള്ള സെഗ്മെൻറ്റിലൊക്കെ തന്നെ കിട്ടാക്കടവും മറ്റേ NPA ഒക്കെ തന്നെ കുറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. മൈക്രോ ഫിനാൻസ് ഇഷ്യൂ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ICICI ബാങ്കിൽ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ എന്നത് ബാങ്കിൻ്റെ പ്രോഫിറ്റ് മാർജിനാണ്. IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ എന്ന് പറയുന്നത് 6.18% ആണ്. കഴിഞ്ഞ വർഷം 6.04 ഉണ്ടായത് 6.18, അതായത് 6.18% അവരുടെ പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത്. ICICI ബാങ്കിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ എന്ന് പറയുന്നത് 4.25% ആണ്. ആ ബാങ്കിൻ്റെ മാർജിൻ എന്ന് പറയുന്നത് 4.25% ഉള്ളതാണ്, ഇവർക്ക് 6.18% ഉള്ളത്. സോ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിൽ കൂടുതൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ മൈക്രോ ഫിനാൻസ് രംഗത്തുള്ള കാര്യങ്ങൾ, ബിസിനസ് ഔട്ട്ലുക്കുകളും തന്നെ ബാങ്ക് വളരെ സ്ട്രോങ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടാണ് ഇങ്ങോട്ട് മുന്നോട്ട് പോകുന്നത്. അത് ഓവർകം ചെയ്യാമെന്ന് പറയുന്നു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 14.4% ഇൻട്രസ്റ്റ് ഇൻകം ബാങ്കിന് വരുന്ന വരുമാനത്തിൽ 14.4% കൂടുതലാണുള്ളത്. 4902 കോടി രൂപയാണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകമായിട്ട്. അതായത് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം എന്താണ്? ബാങ്കിന് കിട്ടുന്ന ലോണുകൾക്ക് മുകളിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ്, ഡെപ്പോസിറ്റ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ്, ഇതിൻ്റെ ഡിഫറൻസ് ആണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകമായിട്ട് വരുന്നത്. സോ 4902 കോടി രൂപയുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകമാണ് കമ്പനി ഉണ്ടാക്കിയത്. 14.4% വർധനമാണ് അതിലുള്ളത്. ലോൺ നോക്കിക്കഴിഞ്ഞാലും 22% ലോൺ ഗ്രോത്ത് കമ്പനി ഇയർ ഓൺ ഇയറിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് 2.31 ലക്ഷം കോടി രൂപയുടെ ലോണും കമ്പനി കൊടുത്തിട്ടുണ്ട്. കുറച്ച് സമയം കൊടുക്കണം. നമ്മളിപ്പോൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നാളത്തേക്ക് ഒരു ഡബിൾ ആവുന്നുള്ള പ്രതീക്ഷയൊന്നും IDFC ഫസ്റ്റ് ബാങ്കിന് വേണ്ട. വളരെ സ്ലോ ആയിട്ട് പോവാണ്. പക്ഷേ വൈദ്യനാഥൻ ഈസ് എ വെരി നൈസ്, എന്താ പറയേണ്ടത്, മാനേജ്മെൻറ്റ് വ്യൂ പോയിൻ്റ് ഉള്ളൊരു മനുഷ്യനാണ്. സമയം കൊടുത്തു കഴിഞ്ഞാൽ IDFC ഫസ്റ്റ് ബാങ്ക് എനിക്ക് തോന്നുന്നു ഒന്നും വേണ്ട, ആകെ 60-65 രൂപയുടെ ഒരു ബാങ്കല്ലേ, കുറച്ച് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു 5000 രൂപ ഇവിടെ ഇട്ടിട്ട് അവിടെ വെച്ചേക്കുക. അതിനെ ആ രീതിയിൽ അതിന് ഇൻവെസ്റ്റ് ചെയ്ത് കാണുക. ഒരു 5-10 വർഷം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അത് വളർന്നിരിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ചെറിയ ചെറിയ മീനുകളെയൊക്കെ ഏതെങ്കിലും വലിയ മീനുകൾ എടുത്തുകൊണ്ട് പോകും. അങ്ങനെയാണല്ലോ നമുക്കിപ്പോൾ ബാങ്കിങ് സെക്ടറിൽ കാണുന്നത്. സോ നോക്കാം. ഏതായാലും യെസ് ബാങ്കിൻ്റെയും അതുപോലെ തന്നെ IDFC ഫസ്റ്റ് ബാങ്കിന് ഈ രണ്ട് ബാങ്കും ഞാൻ പലപ്പോഴായിട്ട് സജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു റിസൾട്ട് അനാലിസിസ് കൂടി നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. NTPC നമ്മുടെ ഫേവറേറ്റ് ആയിരുന്നു. NTPC സ്റ്റോക്ക് നല്ല രീതിയിൽ കറക്ഷൻ നടന്നിട്ടുണ്ട്. NTPCയുടെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാലും ഇന്നലെയാണ് വന്നത്. ചെറിയൊരു ഇടിവ്, അതായത് 1% കുറവ് മാത്രമാണ് നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. 5169 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുള്ള എക്സ്പെൻസാണ്, പ്രോഫിറ്റാണ് കമ്പനിക്കുള്ളത്. 45,052 കോടി രൂപയുടെ സെയിൽസ് ഉണ്ടാക്കിയ കമ്പനിയാണ്. അതായത് മൊത്തം കഴിഞ്ഞ 9 മാസം കൊണ്ട് NTPCയും അതിൻ്റെ സബ്സിഡിയറികളും എല്ലാം കൂടി 327 ബില്യൺ യൂണിറ്റിൻ്റെ എനർജി ജനറേഷനാണ് നടന്നത്. നമുക്ക് ആലോചിക്കുക, 300 രൂപക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത് 327 ബില്യൺ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ പവർ പ്രൊഡ്യൂസ് ചെയ്തൊരു കമ്പനിയാണ്. അപ്പോൾ അത് 315 ബില്യൺ ആയിരുന്നു കഴിഞ്ഞ വർഷം, അതിപ്പോൾ 378. കഴിഞ്ഞ വർഷം 9 മാസം കൊണ്ട് 315 ബില്യൺ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത സ്ഥാനത്ത് ഇപ്പോൾ 378
327 ബില്യൺ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. ഇനി NTPCയുടെ മാത്രം നോക്കിക്കഴിഞ്ഞാൽ 278 ബില്യൺ യൂണിറ്റുകളാണ് അവർ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻ്ററിം ഡിവിഡൻ്റായിട്ട് രണ്ടാമത്തെ ഇൻ്ററിം ഡിവിഡൻ്റാണ്. 10 രൂപയുടെ ഫേസ് വാല്യൂ ഉള്ള ഷെയറാണ്. 2.5 രൂപ ഡിവിഡൻറ്റും കൊടുത്തിട്ടുണ്ട്. NTPC ഗ്രീൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവർ 18% വർധനവാണ് നെറ്റ് പ്രോഫിറ്റിൽ കാണിച്ചിരിക്കുന്നത്. 65 കോടി 61 ലക്ഷം പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ലാസ്റ്റ് ഇയറിൽ 55 കോടി രൂപയായിരുന്നു. അപ്പോൾ NTPC ഞാൻ പറഞ്ഞില്ലേ, പവർ സെക്ടർ നമുക്ക് ഇന്ത്യയിൽ എത്രയോ ആവശ്യമുണ്ട്. വേറെ എന്ത് സെക്ടർ ഡെവലപ്പ് ചെയ്യണമെങ്കിലും, ഇപ്പോൾ മാനുഫാക്ചറിങ് സെക്ടർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ പോലും പവർ നമുക്ക് ആവശ്യമാണ്. ഡാറ്റാ സെൻറ്റർ ആയിക്കോട്ടെ, എന്തായാലും. അപ്പോൾ ഗ്രീൻ എനർജിയിലൊക്കെ സമയമെടുക്കും നമുക്ക്. പക്ഷേ ഇപ്പോഴും ഇന്ത്യ പോലുള്ള രാജ്യം നമ്മൾ വിശ്വസിക്കുന്നത് ഇപ്പോഴും ഗ്രീൻ ഹൈഡ്രജൻ ഒക്കെ തന്നെ വന്നോട്ടെ, പക്ഷേ ഇപ്പോഴും നമുക്ക് തെർമൽ ഹൈഡ്രോ പവർ നമുക്ക് ആവശ്യമുണ്ട്. സോ NTPC ആ ഒരു തെർമൽ പവർ സ്റ്റേഷൻസിൻ്റെ വളരെ നല്ലൊരു കമ്പനിയായിട്ട് തന്നെയാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. സ്ലോലി ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ വർദ്ധിക്കുകയുള്ളൂ. പെട്ടെന്ന് നമുക്കൊരു ചാടി കയറി 100-150 രൂപയൊന്നും വന്നില്ല. പക്ഷേ NTPC ഇപ്പം നല്ല യാത്രയാണ്. കഴിഞ്ഞ ഒരു വർഷം 1-2 വർഷത്തെ ഗ്രോത്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡബിളായിട്ടുണ്ട്. ഇനി അങ്ങോട്ടും അതുപോലെ തന്നെ പവർ ഫിനാൻസ് കോർപ്പറേഷൻ, NTPC ഇതൊക്കെ പവർ സെക്ടറിലുള്ള നല്ല നല്ല കമ്പനികളാണ്. അതുപോലെ തന്നെ DLFൻ്റെ ഒരു ഔട്ട്ലുക്ക് വരികയുണ്ടായി. DLFൻ്റെ ഇൻവെസ്റ്റർ പ്രസൻറ്റേഷനിൽ പങ്കെടുത്തപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ, DLF റിയൽ എസ്റ്റേറ്റ് സെക്ടർ നല്ല രീതിയിൽ ബീറ്റൺ ഡൗൺ ആയിട്ടുണ്ട്. പക്ഷേ DLFൻ്റെ ഈ ഒരു കാര്യത്തിൽ അവർ പറഞ്ഞത് 173 അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെൻറ്റ്സുകളാണ് കഴിഞ്ഞ ഒരു 3 മാസത്തിനുള്ളിൽ വിറ്റഴിച്ചിരിക്കുന്നത്. 11,816 കോടി രൂപ. അതായത് ഈ വെറും 173 മീൻസ് അപ്പാർട്ട്മെൻറ്റ്, അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെൻറ്റ്സുകളാണ് അവർ വിറ്റിരിക്കുന്നത്. 11,816 കോടി രൂപയുടെ സെയിൽസ് അവർ നടത്തിയിരിക്കുന്നു. ഒക്ടോബറിലാണ് ഇവർ രണ്ടാമത്തെ ഇവരുടെ അൾട്രാ ലക്ഷറി പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തത്. 17 ഏക്കറിലായിരുന്നു ഇതിൻ്റെ ലോഞ്ചിങ് എന്ന് പറയുന്നത്. 420 അപ്പാർട്ട്മെൻറ്റുകളും പിന്നെ പെൻ്റ് ഹൗസസൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ രണ്ടാമത്തെ അൾട്രാ ലക്ഷറി പ്രോജക്റ്റാണ്. ന്യൂഡൽഹിയിലെ ഗുഡ്ഗാവിലാണ് ഇവർ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇതിൽ 10,300 സ്ക്വയർ ഫീറ്റാണ് ആവറേജ് വരുന്നത്. ആവറേജ് ഒരു ലിയിൽ നിന്നും 70 കോടി രൂപയോളം റിയലൈസേഷൻ വരുന്നുണ്ട്. സ്ക്വയർ ഫീറ്റിന് 64,000 രൂപയാണ് സെയിലബിൾ ഏരിയയും 1,05,000 കാർപ്പറ്റ് ഏരിയ ഒക്കെ കാണിച്ചിരിക്കുന്നത്. നല്ല ഡിമാൻഡ് അൾട്രാ ലക്ഷറി പ്രൊജക്റ്റുകൾക്ക് ഉണ്ടെന്നാണ് കമ്പനി മാനേജ്മെൻറ്റ് തന്നെ പറയുന്നത്. അവർ 8,000 കോടി രൂപ അടുത്ത 4-5 വർഷം കൊണ്ട് റിയൽ എസ്റ്റേറ്റ് സെഗ്മെൻറ്റിൽ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്. അതിൽ അൾട്രാ ലക്ഷറി പ്രൊജക്റ്റുകൾക്ക് ഫോക്കസ് കൊടുക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. 74 ലക്ഷം സ്ക്വയർ ഫീറ്റിൻ്റെ ഏരിയ അണ്ടർ കൺസ്ട്രക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ 45 ലക്ഷം സ്ക്വയർ ഫീറ്റിൻ്റെ മീൻസ് സെയിലബിൾ ഏരിയ. ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ എനിക്ക് തോന്നുന്നു DLF ഇസ് ദി വളരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ കുഴപ്പങ്ങളുണ്ട്. റിയൽ എസ്റ്റേറ്റ് ഈ സമയത്ത് ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ്, ഡൽഹി ബേസ്ഡ് ആയിട്ട് DLF, ഇതൊക്കെ തന്നെ നമുക്ക് ചെറിയ രീതിയിൽ അക്വയർ ചെയ്യാം. DLFനൊക്കെ ഒരു 1000 രൂപയൊക്കെ പോകാനുള്ള സാധ്യത നമുക്ക് വളരെ കൂടുതലായിട്ട് കണക്കാക്കാം. അതുപോലെ തന്നെ നമുക്ക് എത്തിക്കലായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ വേണമെങ്കിൽ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതൊക്കെ കറക്ഷൻസിൽ നല്ല നല്ല രീതിയിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാനാണ് പറ്റുന്നതാണ്. നമ്മുടെ അഡ്വൈസറി ഫേമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇതിൻ്റെയൊക്കെ വാല്യൂഷൻസ് അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. എന്നോടൊപ്പം ആണെങ്കിൽ സ്വിംഗ് സ്കീമിൽ ജോയിൻ ചെയ്യാം. അതിൻ്റെ ഒരു പേഴ്സണൽ ചെറിയൊരു ചാനലാണ്. ഞാൻ തന്നെയാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ് നടത്തുന്നത്. അതേസമയം നിങ്ങൾക്ക് നമ്മുടെ ഫേമായിട്ടുള്ള മാർക്കറ്റ് മാഗ്നറ്റിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അവിടെയും ചെയ്യാം. അതിനോടൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എൻ്റെ ഒരു ചെറിയൊരു ചാനലാണ് കേട്ടോ. എനിക്ക് കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഞാൻ തന്നെ പേഴ്സണലായിട്ട് ചെയ്യുന്നതാണോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് പണ്ട് മുതലേ ഉള്ളതാണ്, അതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ആക്കിയിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫേമിലേക്കാണ് വരുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിലേക്ക് പോകാം. അതിനുള്ള എല്ലാത്തിനുമുള്ള സ്വിംഗ് സ്കീം ആണെങ്കിലും മാർക്കറ്റ് മാഗ്നറ്റ് ആണെങ്കിലും ഒക്കെ തന്നെ അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ്. വാല്യൂഷൻ വൈസ് അനാലിസും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടുന്നതാണ്. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുള്ള ബഡ്ജറ്റിൽ ഒരുപാട് പ്രതീക്ഷകളുള്ള സെക്ടറുകളുണ്ട്. നമ്മൾ മൾട്ടി ബാഗർ റിട്ടേൺസ് ആയിട്ടൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ എന്താ പറയേണ്ടത്, ഒരു കറക്ഷൻ്റെ ഭാഗമായിട്ട് സ്റ്റോക്കുകൾ താഴെ വരുന്നതും അതിൻ്റെ വാല്യൂഷനിൽ വിശ്വസിച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതും പ്രധാനപ്പെട്ടതാണ്. മാർക്കറ്റ് റീബൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബിസിനസ്സിലും ഒക്കെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു സ്റ്റോക്ക് ട്രാക്കിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ അപ്ഡേറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ട്. അതിലെന്തെങ്കിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മളത് എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മളതിനെ കീപ്പ് ചെയ്തുകൊണ്ട് കുറച്ച് പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യുക. എല്ലാ ദിവസവും ഇരുന്ന് ട്രേഡ് ചെയ്തിട്ട് ക്യാപിറ്റൽ ലൂസ് ചെയ്യുക, അങ്ങനെയുള്ള ടെൻഷൻ എടുക്കുക എന്നുള്ളതല്ല. നല്ല കമ്പനികൾ കണ്ടെത്തി നല്ല സമയങ്ങളിൽ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു പോകുന്ന സമയത്തും അതിൽ നല്ല രീതിയിലുള്ള റിട്ടേൺസ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്യുക. ഈ ഒരാഴ്ച വോളറ്റൈലായിരിക്കും മാർക്കറ്റ്. ട്രേഡേഴ്സിനെ സംബന്ധിച്ചിട്ട് വളരെ സൂക്ഷിച്ച് മാത്രം പൊസിഷൻസും ഓപ്ഷൻസും കൈകാര്യം ചെയ്യാം. എങ്ങനെയും മാർക്കറ്റ് വരാം. ടെക്നിക്കൽസ് നമുക്ക് പറഞ്ഞു എന്ന് വെച്ചാൽ ടെക്നിക്കൽസ് വർക്ക് ചെയ്യണമെന്നില്ല. സോ മാർക്കറ്റ് വളരെ ലെങ്തി ആയിപ്പോയി. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. നല്ല നല്ല കമ്പനികൾ, ഈ പറഞ്ഞ കമ്പനികളൊക്കെ തന്നെ SBI ഉണ്ട്, ചെറിയ രീതിയിൽ വാങ്ങി വെച്ചോളൂ വേണമെങ്കിൽ. നല്ല വാല്യൂഷൻ വൈസ് ഫെയർ ആയി വന്നുകൊണ്ടിരിക്കുന്നു. സിമെൻറ്റ് കമ്പനികൾ സെലക്റ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ മാത്രം. അതുപോലെ തന്നെ പറഞ്ഞല്ലോ ഒരുപാട് കമ്പനികളെ റിസൾട്ടൊക്കെ അനാലിസിസ് നടത്തി കഴിഞ്ഞു.
സോ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. 30 മിനിറ്റായി. അപ്പോൾ പർപ്പസ്ഫുള്ളി കൂടിയതല്ല, എൻ്റെ ഒപ്പം സ്പെൻഡ് ചെയ്യുന്ന 30 മിനിറ്റിൽ മാക്സിമം ബെനിഫിറ്റ് നിങ്ങൾക്ക് നൽകുക എന്നുള്ള ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ. ലൂസ് ടോക്സ് ഒന്നും ഞാൻ നടത്തിയിട്ടില്ല. അപ്പോൾ വീണ്ടും ഇനി വീഡിയോ ലെങ്തി ആയി പോയി എന്നുള്ളൊരു കമൻറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നു ഉപകാരപ്രദമായി എന്നുള്ളത്. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ അഡ്വൈസറി ഫേമുകളിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുത്തേക്കാം. അപ്പോൾ അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിക്കുന്നു. നമ്മുടെ മറ്റ് അപ്ഡേറ്റ്സുകൾക്കും മറ്റുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. കാരണം ഈ ആഴ്ച പലപ്പോഴായിട്ട് ഞാൻ പല ഷോർട്സുകളും അപ്ഡേറ്റ്സുകളും അപ്ഡേറ്റ് ചെയ്യും. അതുവഴി നിങ്ങൾക്ക് കൂടുതൽ മാർക്കറ്റിൽ ഇൻഫോർമേറ്റീവ് ആവുന്നതാണ്. ഹാവ് എ നൈസ് വീക്ക് അഹെഡ്. താങ്ക് യു ഫോർ ലിസണിങ് മീ. താങ്ക് യു. ബൈ ബൈ.